ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ എന്നും പറയുന്ന പോലെ തരക്കേടില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഇന്നൊരു കുട്ടി ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. വലിയ ക്ലീനിങ് ഒന്നുമല്ല, എല്ലാ വീക്കെൻഡും ഉള്ള പോലെ ചെറിയ ക്ലീനിങ്. വീക്കെൻഡ് ആകുമ്പോഴേക്കും എങ്ങനെയാണെന്ന് അറിയില്ല, വീട് മൊത്തത്തിൽ തല തിരിച്ചു വെച്ച പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, എന്നാലും വീടിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്നൊരു കുട്ടി ക്ലീനിങ് വീഡിയോ കാണാം അല്ലേ? ഞാൻ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടു നോക്കാം. അപ്പൊ ബാ. ഇതാണ് ഇപ്പൊ വീടിന്റെ അവസ്ഥ. ഇന്നലെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബെഡൊക്കെ എടുത്ത് നിലത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കാൻ വേണ്ടി നിലത്താണ് കിടന്നത്. കണ്ടോ, എല്ലാം നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ പൂവെല്ലാം വാടിപ്പോയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് മാറ്റണം. ടേബിൾ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ ബെഡ് നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റണം. അപ്പം ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ബെഡ് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഹാളിൽ ഇരുന്ന കുറച്ച് എൻ്റെ പൂവും അതുപോലെ തന്നെ എൻ്റെ സ്റ്റാൻഡ്, ചെയറ് എല്ലാം ഞാൻ കിച്ചണിൻ്റെ സൈഡിലോട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഇവിടെ ഇരുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഹാള് നമുക്കൊന്ന് മൊത്തത്തിൽ മാറ്റിമറിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇരുന്ന പ്ലാന്റ്സും ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് പ്ലാന്റ്സ്. അതെല്ലാം ഞാൻ എടുത്തതേ ആ മൂലയ്ക്കോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഹാളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിനെ ഒന്ന് മൊത്തത്തിൽ, ഈ ഹാളിനെ ഒന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കാം അല്ലേ? എക്സ്ട്രാ ബെഡാണ്. അപ്പം ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഇവിടെ ഇട്ട് നമ്മൾ ബെഡ്റൂമിലെ ബെഡും കൂടെ ഇട്ട് അടുപ്പിച്ചിട്ടിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് അവിടെ കിടക്കാറ്. സോ എന്തായാലും നമുക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടണം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ബെഡ് ഇവിടുന്ന് ആദ്യം ഒന്ന് പുറത്തേക്ക് തട്ടണം. അപ്പം നമുക്ക് ഇതിൻ്റെ സ്പേസിലേക്ക് മാറ്റാം. ഇത് വലിയ ഹെവി ബെഡ് അല്ല, സോ അതുകൊണ്ട് എനിക്കിത് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സോഫ ഒന്ന് ക്ലീൻ ചെയ്യാം. ബെഡ് ഞാൻ എടുത്ത് മാറ്റിയിട്ടു. ഇനി സോഫ നമുക്ക് ആ ഭിത്തിയുടെ സൈഡിലോട്ട് നീക്കണം. സോ അത് നീക്കിയിട്ട് നമുക്ക് സോഫയുടെ മേലെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം നമുക്ക് തുണി എന്തായാലും വാഷ് ചെയ്യാനിടാം. അപ്പം ആ പരിപാടിയും കൂടെ നമുക്ക് തീർന്നു കിട്ടുമല്ലോ. ഓൾറെഡി നമുക്കിനി ഈ TV ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും കുറേ പാവക്കുട്ടികളെ കാണാൻ പറ്റും. കാരണം എനിക്ക് ഒരു ടൈമിൽ പാവക്കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ക്രേസായിരുന്നു. ഇപ്പം ഇല്ലയെന്നല്ല, ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ ഞാനിപ്പം മേടിക്കാറില്ല, അതാണ്. ബട്ട് മേടിച്ചതെല്ലാം എവിടെ വെക്കണമെന്ന് പോലും ഇല്ലല്ലോ. നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഗെയിമിൻ്റെ കാർഡ്സാണ് കേട്ടോ. ഞങ്ങൾക്ക് ജോയിൻ ഷീറ്റൊക്കെ കളിക്കലുണ്ട്. ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നു, അതിൻ്റെ കുറച്ച് ഐറ്റംസ്.
നെക്സ്റ്റ് നമുക്കിനി ഈ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് എനിക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് മൊത്തം കരിഞ്ഞു വാടി പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ആദ്യം എടുത്ത് കളയാം. ബോട്ടിൽ കളയാം. നമുക്കിനി റഗ്ഗൊന്ന് വാക്വം ചെയ്യാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. ഞാൻ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടി ഫ്രെയിമാണ് കേട്ടോ അത്. ഈ ഒരു പ്ലേസ് കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഓർഗനൈസ് ആയിട്ടൊന്നല്ല ഇരിക്കുന്നെങ്കിലും എന്തോ ഞങ്ങൾക്കുള്ള സ്പേസിൽ വെച്ചിട്ട് ഞാൻ മാക്സിമം ക്ലീൻ ആയിട്ടും സ്റ്റഡി ആയിട്ടും വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണിത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ഇതാണ്. എനിക്കാണെങ്കിൽ ഞാനൊരു ബുദ്ധ ഫാനാണ്. ബിക്കോസ് ഐ പ്രിഫർ പീസ് ഓഫ് മൈൻഡ്, ഐ പ്രിഫർ പീസ് ഇൻ മൈ ലൈഫ്. സോ ബുദ്ധനുണ്ട്. ആൻഡ് ഇതെനിക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ ഐക്യ പോയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തിട്ട് നോക്കിയിരിക്കാമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. ഈ ഒരു ഫ്രെയിമും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ കിച്ചൺ മൊത്തത്തിൽ കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡിസാസ്റ്ററാണ്. കിച്ചൺ അത്യാവശ്യം നല്ല അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ വേഗം ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. നാളെ എനിക്ക് ജോലിയുണ്ട്. സോ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഈസിലി ഒന്ന് കുക്ക് ചെയ്യണം നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറ്റുവാണെങ്കിൽ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ക്ലീനിങ് ഓർഗനൈസിങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം അറിയില്ല, അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ മാസ്ക് ഇട്ടേക്കുന്ന എനിക്ക് പൊടി അടിച്ചാൽ ചെറിയ അലർജി പോലെ വരും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ടൈമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ട, സോ മാസ്ക് ഇട്ടിട്ട് തന്നെ പണിയെടുക്കാം. ഭയങ്കര എക്സോസ്റ്റഡാണ് മാസ്ക് ഇട്ട് നിൽക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ടാണ് മാസ്ക് ഇട്ട് നിൽക്കുന്നത്. അപ്പം എന്തായാലും വേഗം ഞാൻ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ. നമുക്ക് അങ്ങനെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കുറച്ചധികം ഉണ്ടായിരുന്നു. എല്ലാം വാഷ് ചെയ്ത് ബേർണറൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളങ്ങനെ എല്ലാം പരിപാടിയും കഴിഞ്ഞു. കിച്ചൺ ഓൾമോസ്റ്റ് സെറ്റായി. യെസ്, അങ്ങനെ നമ്മുടെ ഹാളും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഹാളും കൂടെ കാണിച്ചു തരാം. സോ യെസ്, നമ്മൾ ബെഡൊക്കെ മാറ്റി കഴുകാനുള്ളതൊക്കെ വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷ് ചെയ്യാനിട്ടു. ക്ലീനിങ് ഫുൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരുവിധം എല്ലാം ഒതുക്കി ഞാൻ വന്ന് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒറ്റയടിക്ക് എല്ലാം ക്ലീൻ ചെയ്യുമ്പം ഭയങ്കര നടുവേദന വരും. അതുകൊണ്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കുക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ടേക്ക് കെയർ ഗൈസ്, സീ യു.